അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതം പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലമിഠായിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മളെ ചിഞ്ചച്ചിലും മുത്തഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് കടലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.25 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് വറുത്തെടുക്കാൻ. അപ്പോൾ ഏകദേശം നമ്മളെ കടലയൊക്കെ നന്നായിട്ടൊന്ന് വറുവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിൻ്റെ ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കാണ്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അധികം ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ. അതുപോലെ തരിയോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇനി നമുക്കിതൊരു സൈഡൊക്കെ മാറ്റി വെക്കാം. ഇനി അതേ പാനിനെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പോളം അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരിക്കലും ഇതുപോലെ നമ്മൾ അമൃതം പൊടി വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് വറുത്തെടുക്കാൻ നോക്കരുത്. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും, ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മൂത്ത സ്മെല്ല് വരും. അതുപോലെ തന്നെ കളറും ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചുകൊണ്ട് ഒരു 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ കളർ മാറാനായിട്ട് കൂടുതൽ സമയം അടുപ്പിൽ വെക്കരുത്. അപ്പോൾ ഒരു കയ്പ്പ് രസമാണ് ഇട്ടുണ്ടാവുക. അപ്പം നമ്മളെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ ഒന്ന് കട്ടായി പോയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഒരു 3/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. കടല ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അമൃതം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്തൊന്ന് ഡ്രൈ ആയിട്ടിരിക്കും. 1-2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ലൂസായിട്ട് വരും. ആ സമയത്ത് ഇങ്ങനെ ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യും. അതേത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ആ സമയം കൊണ്ട് തന്നെ ഒന്ന് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഏകദേശം ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് ട്രയലാണോ അത് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് വെച്ചെങ്കിൽ ആ ട്രയൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിതുപോലെ ഒരു കേക്ക് ടിന്നിലാണ് സെറ്റ് ചെയ്ത് വെക്കണത്. ഇനി ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഒരു ഗ്ലാസിൻ്റെ അടിഭാഗത്ത് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇതൊക്കെ ചൂടോട് കൂടിയിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി വരും. ആ സമയത്ത് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ചൂടാറണീൻ്റെ മുന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിതുപോലെയാണ് കട്ട് ചെയ്തെടുക്കണത്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ കടലമിഠായി ഒക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് മതിയിട്ടത് സെറ്റായി വരാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റൊക്കെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അടർന്ന് പോന്നോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അമൃതം പൊടി വെച്ചിട്ടുള്ള കടലമിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മളെ ചിഞ്ചച്ചിലും മുത്തഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.